ഹായ്. അങ്ങനെ ഇന്ന് നമുക്കൊരു ഫസ്റ്റ് ഇൻ്റർവ്യൂ കോൾ കിട്ടിയാണ് ഷാർജയിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഷാർജയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഈ കാണുന്നത്. വലിയ എയർപോർട്ടാണ് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ദേരയിൽ ഇറങ്ങി ദേരയിൽ നിന്ന് ഇൻ്റർസ്റ്റേറ്റ് ബസ് പിടിച്ചിട്ട് ഷാർജയ്ക്ക് പോകണം. ഷാർജയിൽ പോയി അതൊരു കൺസൾട്ടൻസി ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ ക്യാഷ് ചോദിച്ചു. ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലായി. അത് അങ്ങനെ ഡ്രോപ്പായിപ്പോയി. ഇങ്ങനെ ഒരുപാട് അത് ശരിക്കും ഒരു തട്ടിപ്പ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. മേ ബി നല്ലതുണ്ടോ എനിക്കറിയില്ല. ക്യാഷ് കൊടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളിലും പോകില്ല എന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. പിന്നെ ഇതെനിക്കറിയില്ലായിരുന്നു. ഒരു പരീക്ഷണം എന്ന രീതിയിൽ പോയതാണ്. പക്ഷെ അത് ഫ്ലോപ്പായി. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കുറേ നേരമായി നടക്കുന്നു. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് റൂമിലിരുന്നാൽ നമുക്ക് ഒരു സമാധാനം കിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് പോയി അന്വേഷിക്കണം. അതൊരു വലിയ ഓരോരോ വഴികളാണ്. അതിലൊരു വഴിയാണ് ഡയറക്റ്റ് പോയി നോക്കാമെന്നത്. ഇവിടെ തന്നെ നോക്കി, ഇവിടെ എല്ലാം ഒരേപോലത്തെ ബിൽഡിങ്ങുകളാണ്. കണ്ട, എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. ഇതിനകത്ത് കണ്ടുപിടിക്കാൻ ഇറങ്ങിയ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ലൊക്കേഷൻ വെച്ചിട്ട് അറിയില്ല. ലൊക്കേഷൻ വെച്ചിട്ട് നോക്കാനും വലിയ പാടാണ്. കാരണം ഇതിനകത്തൂടെ എല്ലാം കുറേ വഴികളുണ്ട്. നമ്മുടെ ബിൽഡിങ് അങ്ങ് ദൂരെ കാണാം. ഇതിനിടയ്ക്കൂടെ നമുക്ക് കയറിപ്പോവാം. ഒരിടത്ത് നമ്മൾ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബസ് കയറി തിരിച്ചു. ഇതൊന്നും ബസ് സ്റ്റോപ്പൊന്നും ഇല്ല. ഇങ്ങനെ നടക്കുക തന്നെ. എവിടെയാണോ ബസ് സ്റ്റോപ്പ് എന്ന് നമുക്കറിയാം. ഗൂഗിളും ഞാനും കൂടെ മത്സരിച്ച് ഞാൻ തോറ്റു ഗൂഗിളിനോട്. അയ്യോ, എനിക്ക് വയ്യ ഗൂഗിളിൽ നോക്കാൻ. എനിക്ക് നോക്കാൻ അറിയാത്തതുകൊണ്ടാണോ ഗൂഗിളും അവിടെ എവിടെയൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും എവിടെയെങ്കിലും എത്തുമല്ലോ. നടന്നു നോക്കാം. പടുകൂട്ടം കെട്ടിടങ്ങളും ഇങ്ങനെ പരന്ന് കിടക്കുക. ഇന്ത്യൻ അക്കാഡമി ഒക്കെ കാണും. ഇപ്പൊ എവിടാ കേട്ടോ, ഇങ്ങനെ നീണ്ടു നിവർന്ന് പരന്ന് അടിച്ച് കിടപ്പുണ്ട് സ്ഥലവും. ആക്ച്വലി ഇത് എവിടെയാണ് ഇപ്പോൾ? അയ്യോ, ഇങ്ങനെ കിടക്കുന്നു. മുളകാരണ്യം. മാസ്ക് മുഖ്യം. മാസ്ക് ഊരാൻ പാടില്ല. ഇതാണ് നമ്മ പറഞ്ഞ മണലാരണ്യം. മണലാരണ്യം. നേരത്തെ നമ്മൾ റൂൾ നമ്പർ 1 എന്ന് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വെറുതെ എല്ലാ സർട്ടിഫിക്കറ്റ്സും പേപ്പറും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് പോകാൻ നിൽക്കണം. ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് പോയത്. പിന്നീട് ഇതുപോലെ ഒരുപാടത്ത് പോയ സമയത്ത് തന്നെ ഒരു വ്യക്തിയാണ് ഇതുപോലെ പറഞ്ഞത്, എന്തിനാ ഇതെല്ലാം എടുത്തിട്ട് പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് റെസ്യൂമെ മാത്രം കയ്യിൽ വെച്ചാൽ മതിയാകും. പിന്നീട് ഒരു അടുത്ത ലെവൽ ഓഫ് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പം അത് കൊണ്ടുവന്നാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. കാരണം നമുക്കറിയില്ല നമ്മൾ ഇനി വേണ്ടി വന്നാലോ എന്നൊക്കെ ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട എന്ന് എടുത്തിട്ട് പോയതാണ്. പക്ഷേ അതൊരു വലിയ മണ്ടത്തരമാണ്. കാരണം അത്രയും വെയിറ്റും ചുമ്മി ഇങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അത്രയും വെയിറ്റും ചുമ്മി നടന്ന് നല്ല ബുദ്ധിമുട്ടാണ്. നല്ല വെയിറ്റായിരുന്നു. അപ്പം അതും കൂടെ ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ടയേർഡാവും. പിന്നെ ഇപ്പം ഈ റൂൾ നമ്പർ 2
റോഡ് ക്രോസ് ചെയ്യുന്നത് റിസീവർ അല്ലാതെ ക്രോസ് ചെയ്യരുത്. ഇതിപ്പോൾ റാസൽ ഖോർ ഏരിയയിലാണ്. ഒരുപാട് നടന്നിട്ടും അവിടെ ഒന്നും ലൈൻ കാണാഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ക്രോസിങ് നടത്തേണ്ടി വന്നത്. അങ്ങനെ ഈ ദിവസവും കടന്നുപോയി. ഇന്നും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വീണ്ടും ഇൻ്റർവ്യൂവിന് പോയിട്ട് വരിക. കണ്ടോ, ഇത് ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. ഇവിടെ മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടെ ഫുള്ളും അങ്ങനത്തെ കെട്ടിടങ്ങൾ മാത്രമേ കണ്ടോ. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അൽഖുസൈസ് അല്ല അങ്ങനല്ലേ? യെസ്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടനെ അറിയാം എൻ്റെ എന്താവും അവസ്ഥ. എൻ്റെ കണ്ണാടി അല്ലല്ലോ, എനിക്കൊന്നും കാണത്തില്ല. Alcazais. Oh my god, നിന്റെ തല എവിടെ? ഇതേ നമ്മുടെ ബുർജ് ഖലീഫ നിന്ന് തിളങ്ങുന്നു. നമ്മൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വന്നിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ഒരു തേർഡ് സ്റ്റേജ് ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് ലെവൽ. അങ്ങനെ വെറുതെ നടന്നു പോയ വഴിയിൽ കയറി ചെന്ന ഒരു കമ്പനിയിലാണ് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ തേർഡ് സ്റ്റേജും കഴിഞ്ഞ് നിൽക്കുന്നത്. അതൊരു പാകിസ്ഥാനിയാണ് അതിൻ്റെ ഓണർ. പിന്നെ ഇന്ന് ഡ്രോയിങ്സ് ഒക്കെ ആയിരുന്നു. ഡ്രോയിങ്സ് എല്ലാം ചെയ്തു. ഡ്രാഫ്റ്റ്മാൻ്റെ ഒരു വേക്കൻസി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഡ്രോയിങ്സ് ഒക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാലറിയൊക്കെ ഭയങ്കര കുറവാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതിൽ ആ ഒരു തരത്തിലാണ് സാലറി കേട്ടപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഒന്നും ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല, നോക്കാം എന്താണെന്നുള്ളത്. ഇന്നത്തെ എന്തായാലും നടത്തമൊക്കെ മതിയാക്കി തിരിച്ച് റൂമിലെത്തി.